പ്രിയ മാധ്യമ സുഹൃത്തുക്കളെ, സഹോദരൻ അയ്യപ്പൻ 1917 സ്ഥാപിച്ച സാമൂഹിക മുന്നേറ്റ സംഘത്തിൻ്റെ പിന്തുടർച്ചയായ സാമൂഹിക മുന്നേറ്റ മുന്നണി വളരെ ദുഃഖകരമായ ഒരു കാര്യം പറയുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് സാമൂഹ്യ മുന്നേറ്റ മുന്നണി ചെയർമാൻ കെ.പി. അനിൽദേവ്, ജനറൽ സെക്രട്ടറി ഡോക്ടർ ബി. അബ്ദുൽ സലാം, ട്രഷറർ എഞ്ചിനീയർ അനിൽകുമാർ, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഉപേന്ദ്രൻ, കൊല്ലം ജില്ലാ പ്രസിഡന്റ് രാധാകൃഷ്ണൻ കൊല്ലം, സെൻട്രൽ ഡയറക്ടർ ബോർഡ് അംഗം ഷാനവാസ് ചടയമംഗലം എന്നിവരാണ് ഇവിടെ പങ്കെടുക്കുന്നത്. വളരെ ദുഃഖകരമായി നിങ്ങളെ അറിയിക്കാനുള്ളൊരു കാര്യം, നവോത്ഥാന ചരിത്രത്തിൽ നവോത്ഥാനത്തിൻ്റെ നാഴികക്കല്ലായ ആറാട്ടുപുഴ വേലായുധ പണിക്കരെ പിണറായി സർക്കാർ കാണിച്ചിരിക്കുന്ന ഒരു അവഗണനയാണ് ഞങ്ങളിവിടെ തുറന്നു കാട്ടുന്നത്. നവോത്ഥാന സമിതി രൂപീകരിച്ചുകൊണ്ട് നവോത്ഥാനത്തിന് വേണ്ടി വാനോളം വാവിട്ട് സംസാരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സർക്കാരിൻ്റെ പൊള്ളയായ കാര്യങ്ങളാണ് ഞങ്ങളിവിടെ തുറന്നു കാട്ടുന്നത്. എന്തെന്നാൽ ആറാട്ടുപുഴ വേലായുധ പണിക്കർ സാമൂഹിക മുന്നേറ്റ മുന്നണിയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സാമൂഹിക മുന്നേറ്റ സംഘത്തിൻ്റെ സ്ഥാപകനായ സഹോദരൻ അയ്യപ്പൻ്റെ ചാലശക്തിയായിരുന്നു. കാര്യം, ശ്രീനാരായണ ഗുരുവിൻ്റെ ഉത്തമശിഷ്യനായ അയ്യപ്പൻ, ഗുരുവിൻ്റെ ദർശനങ്ങളും അയ്യപ്പൻ്റെ ദർശനങ്ങളും കാഴ്ചപ്പാടും ആശയപരമായി വിഭിന്നമാണെങ്കിലും ലക്ഷ്യമൊന്നു തന്നെയായിരുന്നു. ഒരിക്കൽ ഗുരുവിനെ കാണാൻ സഹോദരൻ അയ്യപ്പൻ ആലുവയിൽ ചെന്നപ്പോൾ ഒറ്റ വാക്ക് മാത്രമാണ് പറഞ്ഞത്: അയ്യപ്പ, പ്രവൃത്തി കൊണ്ട് പരിവർത്തനം ഉണ്ടാവുള്ളൂ, പ്രവർത്തിക്കുക, പ്രവൃത്തിയിൽ കൂടെ പരിവർത്തനം ഉണ്ടാക്കുക. ഈ ഒരു വാക്ക് സഹോദരൻ അയ്യപ്പൻ ചെന്നെത്തിയത് ആറാട്ടുപുഴ വേലായുധ പണിക്കലായിരുന്നു. ശ്രീനാരായണ ഗുരുവിന് 30 വർഷത്തിന് മുമ്പ് ആറാട്ടുപുഴ എന്ന സ്ഥലത്ത് സ്വന്തമായി ക്ഷേത്രം പ്രതിഷ്ഠിച്ച് അവിടെ ആരാധനാ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുകയും പല പല കാര്യങ്ങൾ, സ്ത്രീ സംവരണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തിയ ഒരു നവോത്ഥാന നേതാവ് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. എന്ന് വെച്ചാൽ രാജാറാം മോഹൻ റായിയുടെ പേരിന് തൊട്ട് താഴെ വരാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ള നേതാവാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഒരു കാലത്ത് നമ്മളുടെ നാട്ടിൽ സ്ത്രീകൾക്ക് ഇന്നനുഭവിക്കുന്ന ഈ പറയുന്ന സ്ത്രീ ഒരു ഉപഭോഗ വസ്തു എന്നുള്ള രീതിയിൽ കൂടുതൽ ആ പണ്ടത്തെ കാലത്ത് ഒരു ഇതിലായിരുന്നു. അതിൽ നിന്നും മാറി സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടിയും അവരുടെ ഉന്നമനത്തിന് വേണ്ടിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ നവോത്ഥാന വ്യക്തിയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. കേരള നവോത്ഥാനം തുടങ്ങുന്നത്, കേരള നവോത്ഥാനത്തിൻ്റെ ശില്പി എന്ന് പറയുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കരിൽ നിന്നാണ് തുടങ്ങുന്നത്. ഞങ്ങൾ എന്തിനാണ് ഇത്രയും ഒരു ചെറിയൊരു വിവരണം തന്നത് വെച്ചാൽ, കേരള നവോത്ഥാന ശില്പിയെ പുറകിൽ നിന്നും നവോത്ഥാന സമിതി രൂപീകരിച്ചുകൊണ്ട് നവോത്ഥാനത്തിന് വേണ്ടി വാവിട്ട് സംസാരിക്കുന്ന സർക്കാർ കാണിച്ചിരിക്കുന്ന പൊള്ളയായ കാര്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ കൂടി ഇത് പറയുന്നത്. എന്തുവെന്ന് വെച്ചാൽ, ഈ ചരിത്രത്തിൽ ഇപ്പോൾ ആൾക്കാർക്കെല്ലാം വേലായുധ പണിക്കരെ കുറിച്ചൊക്കെ വലിയ കാര്യങ്ങളൊക്കെ സംസാരിക്കും. പക്ഷേങ്കിൽ ഒരു കാര്യത്തിന് പോലും ഔദ്യോഗികമായി അദ്ദേഹത്തിൻ്റെ പേരോ മറ്റുള്ള കാര്യങ്ങളോ എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് വളരെ വിശദമായ എൻ്റെ പേപ്പറുകൾ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാം. ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല, കാര്യത്തിലോട്ട് കിടക്കാം. സാമൂഹിക മുന്നേറ്റ മുന്നണിയുടെ ഒരു അജണ്ടയാണ് തമസ്കരിക്കപ്പെട്ട നവോത്ഥാന നായകരെ ഈ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത്. അത് അങ്ങനെ ഒരു അജണ്ട നമ്മൾ മുൻപിൽ വന്നപ്പോൾ ഞങ്ങൾ ആദ്യം തിരഞ്ഞെടുത്തത് ആറാട്ടുപുഴ വേലായുധ പണിക്കരെ മാത്രമാണ്. അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ നമ്മൾ അറിയാൻ വയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. വക്കം അബ്ദുൽ ഖാദർ മൗലവി, പത്രപ്രവർത്തകരായ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ഇന്ന് അദ്ദേഹത്തിനെ കുറിച്ച് എത്ര പേർക്ക് അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നെറ്റ് പരിശോധിക്കേണ്ടി വരും. ചരിത്രം മനസ്സിലാകാതെ വളർന്നു വരുന്ന ഒരു തലമുറയാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സാമൂഹിക മുന്നേറ്റ മുന്നണി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കകത്ത് വളരെ ശ്രദ്ധ കൊടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ ആറാട്ടുപുഴ വേലായുധ പണിക്കരെ നമ്മൾ ആദ്യമായി ഇത് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ഗ്രാമമായ ആറാട്ടുപുഴയിൽ ഞങ്ങൾ പോവുകയും അവിടെ ചെന്നപ്പോൾ വളരെ ദുഃഖകരമായ കാര്യങ്ങളാണ് കാണുന്നത്.
ചരിത്രപുരുഷനായ നവോത്ഥാന ശില്പിയായ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ കുറിച്ച് വ്യക്തമായ ധാരണകളോ കാര്യങ്ങളൊന്നുമില്ല. അവിടെ ഇവിടെയൊക്കെ ഗ്രാമത്തിലുള്ള ആൾക്കാരുടെ കാര്യമാണ് ഈ പറഞ്ഞത്. വളരെ ദുഃഖകരമായൊരു കാര്യമാണ്. അവിടെ നിന്ന് വളരെ ശ്രമപരമായ കാര്യമായി 4-5 വർഷമായി ഞങ്ങളുടെ പല പ്രവർത്തനങ്ങളും കൊണ്ടും ഇന്ന് ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മനസ്സിലായി. ഞങ്ങൾക്ക് സാമൂഹിക മുന്നേറ്റ മുന്നണിക്ക് അതിനകത്ത് ശക്തമായ ഒരു പങ്കുണ്ട്. കാര്യം അന്നത്തെ MP ആയിരുന്ന ആലപ്പുഴ MP ആയിരുന്ന ശ്രീ ആരിഫ്, രമേശ് ചെന്നിത്തല, ഹരിപ്പാട് MLA രമേശ് ചെന്നിത്തല, ആറാട്ടുപുഴ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ശ്രീ സജീവൻ, കരുനാഗപ്പള്ളി MLA CR മഹേഷ് എന്നിവരുടെ ശുപാർശക്കത്തോടുകൂടി ഒരു ഗ്രാമത്തിൻ്റെ ജനങ്ങളുടെ മൊത്തം ഒപ്പ്, നിസ്സാര കാര്യമല്ല, ഒരു ഗ്രാമത്തിലെ ജനങ്ങളുടെ മൊത്തം ഒപ്പോടുകൂടി ഞങ്ങൾ സാമൂഹിക മുന്നേറ്റ മുന്നണി പിണറായി സർക്കാരിന് ഒരു നിവേദനം കൊടുക്കുകയുണ്ടായി. വളരെ 5 കാര്യങ്ങൾ മാത്രമാണ് അതിൽ പറഞ്ഞത്. ഒന്ന്, ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ആ പൈതൃകം, ആ തറവാട് വളരെ മാന്യമായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. വരും തലമുറയ്ക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംസാരിക്കുന്നുണ്ട്. നവോത്ഥാനത്തിൻ്റെ അകത്ത് പറയുമ്പോഴത്തേക്ക് വേലായുധ പണിക്കരെ എങ്ങും ആരും അംഗീകരിച്ച് പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം, നവോത്ഥാനം തുടങ്ങുന്നത് ശില്പി ആദ്യത്തെ കല്ല് പാകിയത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. അദ്ദേഹത്തിൻ്റെ തറവാട് ശുഷ്കിച്ച് നശിച്ച് വല്ലാത്തൊരവസ്ഥയൊക്കെ എടുക്കുകയാണ്. ആ സ്ഥലം സർക്കാർ ഏറ്റെടുത്ത് സംരക്ഷിക്കണമെന്നുള്ളത് 2, അദ്ദേഹം വിപ്ലവകരമായ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. കളരി, സവർണരായ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടി കളരി, അതേപോലെ തന്നെ കഥകളി, ജനകീയമൊക്കെ ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. കഥകളി, കളരി, അതേപോലെ ആയോധനയ്ക്കുള്ള കളരി, ഇതെല്ലാം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തൊരു സ്കൂളുണ്ട്. അദ്ദേഹം സ്ഥാപിച്ച സ്കൂളാണ്, അന്ന് കളരിയാണത്. ആ സ്കൂളിന് ആറാട്ടുപുഴ വേലായുധ പണിക്കർ പേര് നൽകണമെന്നുള്ളത്. 3, കാര്യം എങ്ങനെയാണ് സംസ്കരണം നടക്കുന്നത് എപ്പോഴും അത് അറിവിലോട്ട് വരുന്ന തലമുറയിലേക്ക് പകരാതിരിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ ചരിത്രത്തിൽ 152 വർഷം വലിയൊരു വർഷങ്ങളൊന്നുമല്ല. പാഠ്യഭാഗങ്ങൾക്കകത്ത് ആറാട്ടുപുഴ വേലായുധ പണിക്കരെ കുറിച്ചുള്ള വിവരണങ്ങൾ നൽകുക എന്നുള്ളത് 3ാമത്തെ കാര്യം. 4, ഏറ്റവും നല്ലൊരു പാലം, ആറാട്ടുപുഴയിൽ ഏറ്റവും നല്ലൊരു പാലമുണ്ട്, ആറാട്ടുപുഴ വലിയഴിക്കൽ പാലം. ആ പാലത്തിന് അദ്ദേഹത്തിന് പേര് നൽകുക എന്നുള്ളത്. 5, തിരുവനന്തപുരത്ത് മാന്യമായ സ്ഥലത്ത് അദ്ദേഹത്തിനൊരു പ്രതിമയും പഠന ഗവേഷണ കേന്ദ്രവും തുടങ്ങുക എന്നുള്ളത്. ഇനി സർക്കാർ കാണിച്ചിരിക്കുന്ന കാര്യത്തിലോട്ട് കിടക്കാം. സർക്കാർ നവോത്ഥാന സർക്കാരാണല്ലോ, നവോത്ഥാനത്തിന് വേണ്ടി സംസാരിക്കുന്ന സർക്കാരാണല്ലോ. ഇതെല്ലാം വളരെ 2 കൈ നീട്ടി സ്വീകരിച്ചു. എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിച്ചാൽ ചെയ്തു. എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തിട്ടില്ല. ആദ്യം തന്നെ പറയട്ടെ, ഞങ്ങൾ കൊടുത്ത നിവേദനം സാമൂഹിക മുന്നേറ്റ മുന്നണി കൊടുത്തൊരു നിവേദനം മാത്രമല്ല. ഇവിടെയാണ് അതിൻ്റെ വാല്യൂ മനസ്സിലാക്കണം. നിങ്ങളുടെ ഇരിക്കുന്ന പേപ്പറുകൾ നിങ്ങൾ വളരെ സശക്തമായിരിക്കണം. എല്ലാ ഡോക്യുമെൻറ്റ്സും അതിനകത്തുണ്ട്. ഒരു MP, MLA, 2 MLA, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്, ആറാട്ടുപുഴ നിവാസികളുടെ മൊത്തം ഒപ്പോടുകൂടി കൊടുത്തൊരു നിവേദനം. ആ പറഞ്ഞിരിക്കുന്നതിൽ ആദ്യത്തെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതാണ് തറവാട് സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന്. എല്ലാ സമയത്തും നമ്മൾ ജയിക്കുമ്പോഴത്തേക്കും ഈ ബഡ്ജറ്റിൽ ഞങ്ങൾ ഉൾക്കൊള്ളിക്കും. ഇതൊന്നും സാമൂഹിക മുന്നേറ്റ മുന്നണിക്കോ ഞങ്ങൾ വേറെ ആർക്കും വ്യക്തിപരമായ ഒരു കാര്യത്തിന് വേണ്ടിയല്ല സംസാരിക്കുന്നത്. ഒരു സമൂഹത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. വ്യക്തമായ കാര്യങ്ങൾ ഞങ്ങൾ അടുത്ത ഈ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിക്കും. ഇതുവരെയും അതിനെക്കുറിച്ച് യാതൊരുവിധമായ കാര്യങ്ങളും നടന്നിട്ടില്ല. 2, അദ്ദേഹത്തിൻ്റെ ഇതൊക്കെ മുഖ്യമന്ത്രിക്ക് കൊടുക്കുകയും മുഖ്യമന്ത്രി വിവിധ വകുപ്പുകൾ കൈവരിച്ചു കൊടുക്കുകയും ആ വകുപ്പുകൾ അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പാലിക്കുന്നുണ്ട്. വകുപ്പുകളെ ഒരിക്കലും പറയാൻ പറ്റത്തില്ല, വകുപ്പുകൾ തന്നെ നടപടിക്രമങ്ങൾ പാലിക്കുന്നുണ്ട്. പാലിച്ചു കഴിഞ്ഞതിന് ശേഷം അടുത്തത് സ്കൂളിന് പേര് കൊടുക്കുന്ന കാര്യം പറഞ്ഞു. സ്കൂളിന് പേര് കൊടുക്കാൻ വേണ്ടി കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അത് പോവുകയും ഒരു ഇഞ്ച് അതിനെക്കുറിച്ച് മുൻപോട്ട് മാറിയിട്ടില്ല. പിന്നെ ഏറ്റവും വളരെ ദുഃഖകരമായൊരു കാര്യം, ആറാട്ടുപുഴ വേലായുധ പണിക്കർക്കിടെ ഒരു പ്രതിമയ്ക്ക് വേണ്ടിയിട്ട് അനുയോജ്യമായ മുഖ്യമന്ത്രി സാംസ്കാരിക വകുപ്പിന് കത്ത് കൊടുക്കുകയും അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി തരികയും തരണമെന്ന് പറഞ്ഞുകൊണ്ട് സാമൂഹിക മുന്നേറ്റ മുന്നണി ചെയർമാൻ എന്നുള്ള എനിക്ക് KP അനിൽ ദേവ എനിക്കൊരു ലെറ്റർ തരികയും ഒപ്പം അതിൻ്റെ നിങ്ങളുടെ നിവേദനം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സാമൂഹ്യ മുന്നേറ്റ മുന്നണി ചെയർമാനോട് സ്ഥലം കണ്ടെത്തി തരുവാൻ വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ട് CR മഹേഷ്, കരുനാഗപ്പള്ളി MLA CR മഹേഷിനും ഒരു കത്ത് സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ അയച്ചു കൊടുക്കുകയുണ്ടായിട്ടുണ്ട്. ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ അർഹമായ സ്ഥലത്ത് സാമൂഹിക മുന്നേറ്റ മുന്നണി മ്യൂസിയം ജംഗ്ഷനിൽ ശ്രീനാരായണ ഗുരുവിനും
PKV സ്മാരകത്തിനും ആ ഏരിയയിൽ പ്രതിമയ്ക്ക് വെക്കാൻ പറ്റി മാത്രം കൊണ്ട് കണ്ടെത്തിയ സ്ഥലത്ത് ഞങ്ങൾ സ്ഥലം കണ്ടെത്തുകയും സർക്കാർ ഭൂമി കണ്ടെത്തുകയും ആ ഭൂമി നമ്മൾ അതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുകയും അത് പ്രകാരമുള്ള എല്ലാ കാര്യത്തോടുകൂടി MLA-യുടെ കത്തോടുകൂടി ഞങ്ങൾ സാംസ്കാരിക വകുപ്പിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. സോറി ക്ഷമിക്കണം, അച്യുത മേനോൻ സ്മാരകം. സോറി അച്യുത മേനോൻ സ്മാരകത്തിന് പ്രതിമ, അതൊരു ക്ലറിക്കൽ മിസ്റ്റേക്കാണ്, ചെയ്തിട്ടുണ്ടായിരുന്നു. സർക്കാർ കണ്ടെത്തി ഒരു പ്രതിമ വെക്കാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങളുടെ ബിൽഡിങ്ങോ കാര്യങ്ങളോ ഒന്നും വെക്കാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്, ഒരു പ്രതിമയ്ക്ക് വേണ്ടിയിട്ടാണ്. കാര്യം അതൊരു മ്യൂസിയം ജംഗ്ഷൻ്റെ അകത്ത് ആൾക്കാർ വന്ന് പോകുന്ന സ്ഥലങ്ങളാണ്, കാണണം, മനസ്സിലാക്കണം. എല്ലാ അത് ആ കത്ത് കറക്റ്റായിട്ട് സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ റവന്യൂവിന് അയച്ചു കൊടുക്കുകയും റവന്യൂ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് താഴേന്ന് മേളിൽ നിന്ന് താഴെ വരികയും വില്ലേജ് ഓഫീസർ അതൊക്കെ സ്ഥലം കണ്ടെത്തി സ്കെച്ച് തയ്യാറാക്കി എല്ലാ നടപടിക്രമങ്ങളും പാലിച്ച് വീണ്ടും മേലോട്ട് ചെന്നപ്പോഴത്തേക്കാണ് അവിടെ നിന്നാണ് ചതിയുടെ ആദ്യത്തെ സ്റ്റെപ്പുകൾ തുടങ്ങുന്നത്. ഞങ്ങൾ ഈ ചതി എന്ന് പറയുന്നത് നമുക്ക് ബോധ്യപ്പെടണമല്ലോ. തുടങ്ങുന്നത് എവിടെയാണെന്ന് വെച്ചാൽ തിരിച്ച് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്തോട്ട് മേലോട്ട് ചട്ടപ്പടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും പാലിച്ച് വീണ്ടും മേലോട്ട് പോയ സമയത്ത് മേളിൽ കളക്ടറുടെ സൈഡ് അവിടെ നിന്ന് ഉന്നത ഉദ്യോഗസ്ഥരുടെ സൈഡിൽ നിന്ന് ഒരു ഫയൽ തിരിച്ചു വന്നു. ഭാവിയിൽ ഈ സ്ഥലം എന്തെങ്കിലും കാര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന്. ഒരു വില്ലേജ് ഓഫീസറെ സംബന്ധിച്ചോളം ഈ ചോദ്യം സർക്കാരിൻ്റെ സ്ഥലം ഭാവിയിൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അദ്ദേഹം കണിയാനോ അല്ലെങ്കിൽ പ്രശ്നം വെക്കുന്ന ആളൊന്നുമല്ല. ഭാവിയിൽ അദ്ദേഹം വളരെ പറഞ്ഞ് ഇത് ബിൽഡിംഗ് ഒന്നും വെക്കാൻ പറ്റത്തില്ല, പ്രതിമകൾക്ക് അനുയോജ്യമായ സ്ഥലമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ സ്ഥലത്തിൻ്റെ അവിടെ ബിൽഡിങ്ങോ കാര്യങ്ങളൊന്നും വെക്കാൻ പറ്റത്തില്ല. അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം അങ്ങനെ തന്നെ റിപ്പോർട്ട് എഴുതി. ആ റിപ്പോർട്ടും ഈ ഞാൻ തന്ന ഇതിനകത്ത് നിങ്ങളുടെ ഇരിപ്പുണ്ട്. അതിനുശേഷം അവിടാണ് അടുത്ത ഒരു ആർജവുമില്ലാത്ത റവന്യൂ വകുപ്പിൻ്റെ അനാസയാണ് അവിടെ തുടങ്ങാൻ പോകുന്നത്. അവർ ഇപ്പോൾ എല്ലാ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളും സംസാരിക്കുമല്ലോ, ഞങ്ങൾക്ക് ബിൽഡിംഗ് വേണം എന്നൊക്കെ പറഞ്ഞ് കത്ത് കൊടുക്കുമല്ലോ. ആ കത്ത് പോലെ ഇതിന് മുമ്പ് എന്തോ കൊടുത്തിരിക്കുന്ന സംസ്ഥാന ഓഡിറ്റ് വിഭാഗം വർഷങ്ങൾക്ക് മുമ്പ് ഒരു കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരു ഭൂമി വേണം, ഞങ്ങൾക്ക് ഇവിടെ താമസ സൗകര്യം, അക്കോമഡേഷൻ, ഓഫീസിനും പറ്റിയ സ്ഥലം വേണം. അപ്പോൾ ഇവർക്കറിയാം ഈ ഒരു സ്ഥലത്തൊന്നും പറ്റത്തില്ലെന്ന്. എങ്കിൽ തന്നെയും ഇതിന് നൽകരുത് എന്നുള്ള ഉദ്ദേശത്തോടെ അവർക്ക് അങ്ങോട്ട് കത്തയച്ച് ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതൊക്കെ രേഖകളാണ്, ഞാൻ വാക്കുകളല്ല സംസാരിക്കുന്നത്, ഇതിൻ്റെ രേഖകളാണ്. റവന്യൂ വകുപ്പ് സംസ്ഥാന ഓഡിറ്റ് വിഭാഗത്തിന് കത്ത് കൊടുക്കുകയും ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്, നിങ്ങൾ അന്വേഷിച്ചിട്ട് അതിന് മറുപടി തരാൻ വേണ്ടി പറഞ്ഞു. റവന്യൂ എന്ന് കിട്ടിയിരിക്കുന്ന കാര്യങ്ങളല്ലേ, അവർ തിരിച്ച് അന്വേഷിച്ച് കൊടുത്തിട്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഈ സ്ഥലം ഞങ്ങൾക്ക് പറ്റില്ല. അവിടെ നിന്നാണ് അടുത്ത സ്റ്റെപ്പ് കൊടുക്കുന്നത്. അടുത്ത സ്റ്റെപ്പിലോട്ട് പോയപ്പോഴത്തേക്ക് ഒരു കോൺഫ്ലിക്റ്റ് അവിടെ കൊണ്ടുവരികയും ഒരു സർക്കാർ ഏജൻസി ഈ സ്ഥലത്തിന് അവകാശവാദം ഉന്നയിച്ചതിനാൽ ഇത് നൽകുവാൻ സാധ്യമല്ല. പ്രിയ സുഹൃത്തുക്കളെ, ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പണ്ട് ആറാട്ടുപുഴ വേലായുധ പണിക്കരോടുള്ള തമസ്കരണം നടന്നിരിക്കുന്നത് അന്നത്തെ സാമൂഹിക ചുറ്റുപാടിൽ സവർണ മേധാവികളുടെ തിട്ടൂരത്തിനെ ചോദ്യം ചെയ്തിരിക്കുന്നതുകൊണ്ടായിരുന്നു. ചരിത്രത്തിൽ 152 വർഷം ഒന്നുമല്ല അന്ന്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ തിരിശേഷിപ്പുകളും നശിപ്പിച്ചു കളഞ്ഞത്. ഇന്നോ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ അത് പറയുമ്പോഴത്തേക്ക് ഒരു കാര്യം ആരും പറയണം. 19-ാം നൂറ്റാണ്ടിൽ കാറൽ മാർക്സും എംഗൽസും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ജയിക്കുന്ന അതേ കാലഘട്ടത്തിൽ അതേ ആശയം നടപ്പിലാക്കിയ ഒരു വ്യക്തിയായിരുന്നു ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഇതൊക്കെ ചരിത്രങ്ങളാണത്. ആദ്യത്തെ ചിക്കാഗോ സമ്മേളനം, കർഷക സമരം, തൊഴിലാളി സമരം വേണ്ടത്ര വിജയിച്ചില്ലെങ്കിലും അതിന് 2 വർഷം മുമ്പ് തൊഴിലാളി സമരം നടത്തി വിജയിപ്പിച്ച വ്യക്തിയായിരുന്നു ആറാട്ടുപുഴ വേലായുധ പണിക്കർ. സമത്വം, സാഹോദര്യം, ഇതൊക്കെ തന്നെ അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ ചരിത്രം മനസ്സിലാക്കി നോക്കൂ. ഇതൊക്കെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം കൊലയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആരും സ്ത്രീകളൊന്നും മാറുമറിയാൻ നടന്നിട്ടില്ല. സർക്കാരിന് അഡ്വാൻസ് ടാക്സ് കൊടുക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു അദ്ദേഹം. എന്തിനാണ് രക്തസാക്ഷിയായിരിക്കുന്നത്? സാമൂഹിക നീതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം രക്തസാക്ഷിയായത്. ആ സാമൂഹിക നീതി നടപ്പിലാക്കുമെന്ന് പറയുന്ന സർക്കാരാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കരെ ഇപ്പോൾ പുറകിൽ നിന്ന് കുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം, വലിയഴിക്കൽ പാലത്തിന്, ആറാട്ടുപുഴയിലെ വലിയഴിക്കൽ പാലത്തിന് പേര് നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രിഡ്ജസ്, PWD, റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ്, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കി അന്വേഷണം നടത്തി എല്ലാ ചട്ടപ്പടി പ്രകാരമുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു. അതിനുശേഷം ആറാട്ടുപുഴ പഞ്ചായത്തിലേക്ക് അന്വേഷിച്ചു, ഈ പേര് കൊടുക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ. അതേപോലെ ആലപ്പാട് പഞ്ചായത്ത്, 2 പഞ്ചായത്തിലോട്ടാണ് പാലം നിൽക്കുന്നത്. ആലപ്പാട് പഞ്ചായത്തിൽ അന്വേഷിച്ചു,
ഈ പേര് കൊടുക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇവരെല്ലാവരും പറഞ്ഞു, പഞ്ചായത്ത് രണ്ടുപേരും പറഞ്ഞു, ഞങ്ങൾക്ക് ആറാട്ടുപുഴ വേലായുധ പണിക്കർ പേര് ഈ നാമകരണം ഈ പാലത്തിന് കൊടുക്കുന്ന ഞങ്ങൾ സന്തോഷം മാത്രമേ ഉള്ളൂ. 2 പഞ്ചായത്തും പറഞ്ഞു. ആ പേപ്പർ ഇവിടെ വെച്ചിട്ടുണ്ട്. 1.5 വർഷത്തിന് മുമ്പ് അനുമതിക്ക് വേണ്ടി സർക്കാരിലേക്ക് കൊടുത്തിരിക്കുന്നതാണ്. ഇന്നും അതിനൊന്നും ഒരു നടപടിയുമായിട്ടില്ല. ഇനി എത്ര സമയം ബാക്കിയുണ്ട്? ഞങ്ങൾ പിണറായി സർക്കാരിന് ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. കാര്യം, ചരിത്രത്തെ സ്നേഹിക്കുന്ന, സമൂഹത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം നിഷ്പക്ഷമതികളായിട്ടുള്ള ആൾക്കാർ ഇന്നുണ്ട്. ഇത് അദ്ദേഹത്തിനോട് കാണിച്ചിരിക്കുന്ന ഈ ചതിക്ക് നിങ്ങൾ തിരുത്തിയില്ലെങ്കിൽ ഇലക്ഷനൊക്കെയല്ലേ വരാൻ പോകുന്നത്, അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ വരും എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. കാര്യം, ഇതൊരു വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ല പറയുന്നത്. നിങ്ങൾ അർഹിക്കുന്ന രീതിയിൽ അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇത് ജനങ്ങളിലെത്തിക്കണം. കാര്യം, ഈ സമൂഹത്തിനെ തിരുത്തണമെന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ നയിക്കുന്ന ആൾക്കാരുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടിക്കണമെങ്കിൽ മീഡിയ വളരെ നിർണായകമായ ഒരു 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 കാര്യമാണ്. ആ കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ നിങ്ങളുടെ നിസ്സീമമായ സഹകരണമാണ് ഇത് പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ വളരെ ശക്തമായ രീതിയിൽ ജനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുടെ നേത്രദർശനമാണ് ഐ വിഷൻ ന്യൂസ്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്.